2024 IPLിൽ കൂടുതൽ സമയവും പോയിന്റ് ടേബിൾ ഒന്നാമത് നിന്നിരുന്ന ടീമാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. ഇന്ന് വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങുകയാണ്. 11ാമത്തെ മത്സരമാണ് ഇന്നിറങ്ങുന്നത്. ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ 9 ഗെയിം ജയിച്ച് 18 പോയിൻ്റോടുകൂടി സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ടീമായി സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ 5 ടീമുകൾ മാത്രമാണ് സെമി ഫൈനലിലേക്ക് വരുവാനുള്ള സാധ്യത നിലനിർത്തിയിരിക്കുന്നത്. 10 ഗെയിമുകൾ കളിച്ച് നിലവിൽ 2ാമത്തെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ 2ാമത് നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഇനി 4 ഗെയിമുകൾ ബാക്കിയുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ജയിച്ച് 9 മാച്ചുകളിൽ ജയിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനലിൽ സാധ്യത ഉറപ്പിക്കാനാകും. നിലവിൽ പോയിൻ്റ് ടേബിൾ അടിസ്ഥാനത്തിൽ 4ാമത് നിൽക്കുന്ന ഹൈദരാബാദും 5ാമത് നിൽക്കുന്ന ലക്നൌവും തമ്മിലുള്ള ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിൽ ഏതെങ്കിലും ഒരു ടീം തൂക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അങ്ങനെ തൂക്കും എന്നുള്ളത് കൊണ്ടാണ് രാജസ്ഥാന് ഇനി ഒരൊറ്റ ഗെയിമുകൾ മാത്രം ജയിച്ച് സെമി ഫൈനലിൻ്റെ സാധ്യത ഉറപ്പിക്കാനാകുമെന്ന് പറയാനുള്ള കാരണം. എന്തായാലും IPLിൽ വളരെ മികച്ച പെർഫോമൻസാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമുകൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ ഒരു പ്ലെയർ ഔട്ട് ഓഫ് ഫോമിലാണെങ്കിൽ മറ്റ് ടീമിലുള്ള അംഗം ഫോം ആവുകയും അങ്ങനെ ടീമിനെ ജയിക്കുന്ന സാഹചര്യമാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വളരെ നിഷ്പ്രയാസം ജയിക്കാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നെങ്കിൽ പോലും ഒരു ഭാഗ്യക്കുറവ് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കളിയിൽ ജയിക്കാതെ പോയത്. കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസൺ 2020 വേൾഡ് ലോകകപ്പിൻ്റെ ഭാഗമാകാൻ പോകുകയാണ്. നല്ല ഫോമിൽ നിൽക്കുന്ന സഞ്ജു സാംസണ് ആവറേജ് റൺ റേറ്റാണ് ഉള്ളത്. ചില സമയങ്ങളിൽ മികച്ച ബാറ്റ്സ്മാൻമാരുടെ ലിസ്റ്റിൽ 2ാമത് വരെ എത്താനും സാധിച്ചിരുന്നു. ഇപ്പോൾ താഴോട്ട് പോയെങ്കിലും തുടർന്ന് മുന്നോട്ട് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. വേൾഡ് കപ്പിൽ മത്സരിക്കാനുള്ള ആവേശം ഈ ഒരു ഗെയിമിലും പ്രകടമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ബാറ്റ് വീശുവാൻ സഞ്ജു സാംസണ് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.